ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 2-3 ദിവസത്തേക്ക് മുമ്പ് ഒരു കാര്യം അറിയാനുണ്ടായി. ഇവിടെ ഹസ്ബൻഡിൻ്റെ ബന്ധത്തിലുള്ള ഒരു കുട്ടി, ആ കുട്ടിയാണെങ്കിൽ ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുകയാണ് എന്നറിഞ്ഞു. അപ്പം എനിക്കിങ്ങനെ അറിയാൻ പറ്റി. അപ്പോൾ ആ കുട്ടി പറയുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ കുഞ്ഞുങ്ങളുണ്ട് എന്ന് കരുതി നമ്മളെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റം. അതായത് അത് മിക്ക പുരുഷന്മാർക്കുള്ളതായിരിക്കാം. എന്ന് വെച്ചാൽ കുഞ്ഞ് രാത്രിയിൽ കരയും, അപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന ഒരു മനസ്സോടുകൂടി കുഞ്ഞിനെയും ഭാര്യയും ഒരു റൂമിൽ കിടത്തുക, ഭർത്താവ് മറ്റൊരു റൂമിൽ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക. അപ്പം അങ്ങനെയുള്ള ഭർത്താക്കന്മാരെ വിശ്വസിക്കാൻ കൊള്ളാവോ? ആ കുട്ടി പറഞ്ഞ ഒരു കാര്യം ഇതാണ്: കുഞ്ഞുണ്ടായ ശേഷം തൻ്റെ ഭർത്താവ് തൻ്റെ ഒപ്പം ഒരു റൂമിൽ കിടന്നിട്ടില്ല. അപ്പം അവൾ പറയുന്നത്, ഒരു കുഞ്ഞെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും തുല്യ അവകാശമാണല്ലേ. അല്ലാതെ എൻ്റെ കൊച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറയുന്നതിലല്ല. കുഞ്ഞിനെ നോക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പം ഭാര്യയുടെ മാത്രം കടമയാണ്, അല്ലെങ്കിൽ അമ്മയുടെ മാത്രം കടമയാണ് കുഞ്ഞിനെ നോക്കേണ്ടത് എന്ന് കരുതി അച്ഛൻ മാറി നിന്ന് അച്ഛൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് മാറി സുഖമായിട്ട് കിടന്നുറങ്ങുക എന്നുള്ളത് ചിന്തിക്കുന്നത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. അങ്ങനെ ചിന്താഗതിയുള്ള മനുഷ്യരെന്ത് ചെയ്യണം? ഒരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കരുത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നത്? കുഞ്ഞിനെ ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെല്ലാവരും ആ കുഞ്ഞിനെ താലോലിച്ച് കൊഞ്ചിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെ വഴക്കും പരിഭവവും പരാതിയെല്ലാം കേട്ട് അല്ലേ, അവൾക്ക് അല്ലെങ്കിൽ അവന് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്ത് അങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കാനാണ്. പക്ഷേ ഒരു പറ്റം മനുഷ്യർ, ചില അമ്മായിയപ്പന്മാരും ഉണ്ട്. കുഞ്ഞിനെ ഒന്ന് നോക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മിണ്ടാട്ടമില്ല, അവർ മിണ്ടത്തില്ല. പക്ഷേ അവർക്ക് TV കാണാനില്ല, അല്ലെങ്കിൽ അവരെ എൻഗേജ്ഡായിട്ട് ഒന്നിനുമില്ല. വെറുതെ ഇരിക്കുമ്പോൾ കൊച്ചിനെ വന്നിരുന്ന് സംസാരിച്ച് അതിനെ ഒരു ടൈം പാസ് പോലെ കൈകാര്യം ചെയ്യുക. ഇങ്ങനെയുള്ള അമ്മായിയപ്പനും അമ്മായിയമ്മയുണ്ട്. അച്ഛനും അമ്മയും പറയാത്തതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പറയുമ്പോൾ മകളുടെ കുഞ്ഞെന്നുള്ളതിന് അവർക്ക് പ്രത്യേക താല്പര്യം കാണും. അതുകൊണ്ടാണ് അച്ഛനും അമ്മയെന്ന് പറയാത്തത്. അമ്മായിയപ്പനും അമ്മായിയമ്മയ്ക്കുമാണ് മരുമകൾ മാക്സിമം ചെയ്തോട്ടെ, ഒന്ന് ഡ്രസ്സ് മാറാനോ ഓട്ടെ, കുഞ്ഞൊന്ന് അപ്പിയിട്ട് കഴിഞ്ഞാൽ അതൊന്ന് വൃത്തിയാക്കുക എന്നുള്ളത് പോലും മറ്റാരും ചെയ്യത്തില്ല. എന്തുകൊണ്ട് ചെയ്യത്തില്ല? ഇവരും മക്കളെയൊക്കെ വളർത്തിയിട്ടുള്ളതല്ലേ. എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റാത്തത്? അപ്പം മരുമകൾ എന്തെങ്കിലും വലിയ ജോലിയിലായിരിക്കാം, അതിൻ്റെ ഇടയ്ക്ക് വിളിക്കും, കൊച്ചിനെ വൃത്തിയാക്കൂ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കും. അപ്പോൾ ഉടനെ അതവിടെ ഇട്ടിട്ട് വന്ന് വൃത്തിയാക്കണം അല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ആ കുട്ടി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിച്ചത്, ഈ ഒറ്റ കാര്യം. ബാക്കി ഞാൻ പതുക്കെ പിന്നീട് പറയാം. ഇതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ആ കുട്ടി പറയുന്നത് ശരിയല്ലേ? ഇപ്പോൾ കുഞ്ഞിനെങ്ങാണ്ട് 3 വയസ്സെങ്ങാണ്ടുണ്ടെന്ന് തോന്നും. അപ്പം അത്രയും വർഷമായിട്ടും തൻ്റെ ഭർത്താവ് വേറെയാണ് കിടക്കുന്നത്. മാത്രമല്ല എന്തിനാ അങ്ങനെ കിടക്കുന്നത്? ഇപ്പോൾ അവർക്ക് ജോലി, ഇപ്പം വേണമെങ്കിൽ പറയാം, ഭർത്താവിന് ജോലി ഉറക്കം നിന്നിട്ട് പോയിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയല്ല. അപ്പോൾ എന്ത് ചെയ്യണം? അവധി ദിവസങ്ങളിൽ വന്ന് കുട്ടിയുടെ കൂടെ കിടക്കരുതോ? കുട്ടിയുടെ അമ്മയുടെ ഒപ്പം കിടക്കരുതോ? പിന്നെ കുഞ്ഞുങ്ങൾ പ്രായം കൂടുന്തോറും അവരുടെ രാത്രിയിലത്തെ കരച്ചിലൊക്കെ മാറി മാറി വരും അല്ലേ? അപ്പം അവർക്ക് സ്വാഭാവികമായിട്ട് മാറ്റം വരും. അത് ഇന്നും രാത്രിയിൽ കൊച്ചിരുന്ന് കരയത്തൊന്നുമില്ല. അപ്പം അമ്മ എന്ന് പറയുന്ന ഒരു യന്ത്രം, ആ യന്ത്രത്തിന് ഒരു തേയ്മാനവും വരില്ല, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അവർ 24 hours ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം.
അച്ഛൻ എന്ന് പറയുമ്പോൾ ജോലി ചെയ്യുക, പൈസ കൊണ്ടുവരുന്നത് മാത്രം. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ. അവിടെ 2 കുട്ടികളാണ്. ആ 2 കുട്ടികളെയും ചില സമയത്ത് ആ സാറ് നോക്കാറുണ്ട്. 2 പേരെയും കൂടെ നോക്കാറുണ്ട്. ചില സമയത്ത് ഒരാളെ. അപ്പം പുള്ളിക്ക് അവിടെ സമയമേ ഒന്നിനും കിട്ടുന്നില്ല. കാരണം 2 കുട്ടികളാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ പരാതിയില്ല, പരിഭവമില്ല. എന്താണ് ഒരു ഡിപ്രഷനിൻ്റെ സ്റ്റേജെന്ന് വെച്ചാൽ അതുപോലെ സമയം കിട്ടാത്ത ഒരവസ്ഥയിലും എന്നിട്ടും പരാതി പറയുന്നില്ല. അങ്ങനെയൊക്കെയുള്ള മനുഷ്യരൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല വീട്ടിലുള്ളവർക്കൊരു സപ്പോർട്ടാണ്. ഇത് ഇങ്ങനെ ചെയ്യുക എന്ന് പറയുമ്പോൾ അവർ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല. അവർ ഒളിച്ചോടുന്നവരാണ്. ഒരു പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടുക. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറയത്തില്ല, അത് സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞിനെ പോലും അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും എനിക്കത് തന്നെയാണ് പറയാനുള്ളത്. ഭാര്യയെ വിട്ടേക്ക്. അത് പിന്നെ കുഞ്ഞായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കുഞ്ഞിനെ നോക്കാനുള്ള യന്ത്രം എന്ന രീതിയിൽ. പക്ഷേ സ്വന്തം കുഞ്ഞിനെ രാത്രിയിൽ ഉൾക്കൊള്ളാൻ വയ്യ എന്ന് പറയുമ്പോൾ എന്താണ് ഒരച്ഛൻ? എന്തിനാണ് അച്ഛനാണെന്ന് പറയുന്നത്? എൻ്റെ കുഞ്ഞാണെന്ന് പറയാൻ നാണമില്ലേ അയാൾക്ക്? ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ കൊണ്ടു നടക്കാനുള്ള ഒരു കുഞ്ഞ് എന്ന രീതിയിലാണോ അയാളപ്പോൾ കാണുന്നത്? തീർച്ചയായിട്ടും അങ്ങനെയുള്ള പുരുഷന്മാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്താഗതികളുള്ള ആളുകളുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ പോകില്ല. അതോ കല്യാണം കഴിച്ചാലും ഒരു കുഞ്ഞെന്നുള്ള ചിന്തയിലേക്ക് പോകരുത്. കാരണം ഈ ഉറക്കം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒന്ന് സമയം ചിലവഴിക്കുക, ഇതൊന്നും കഴിയാത്തവർ ഈ വക കാര്യങ്ങൾക്കൊന്നും പോകണ്ട. പോയി കഴിഞ്ഞാൽ ഇവർക്കാർക്കും ബുദ്ധിമുട്ടില്ല. മറ്റൊരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് അതിനെ ഇങ്ങനെ യന്ത്രത്തിനെ പോലെ വർക്ക് ചെയ്യിപ്പിക്കുക. ലാസ്റ്റ് സഹി ഇടുമ്പോൾ അതിന് പറ്റത്തില്ല എന്ന് പറഞ്ഞത് അതിൻ്റെ ജീവിതം കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോകും. അപ്പോൾ അത് സ്വന്തം വീട്ടിലാണ്. അവിടെ ആർക്കാണ്? അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഉണ്ടല്ലോ, ഇല്ലേ? ഈ മകൻ്റെ അച്ഛനും അമ്മയും ആ വീട്ടിലുണ്ട്. അവർ കാണുന്നുണ്ടല്ലോ മകനിങ്ങനെ വർഷങ്ങളായിട്ട് വേറെ കിടക്കുന്നു, കുഞ്ഞിന് കരയും അല്ലെങ്കിൽ ഡിസ്റ്റർബ് ആകും എന്നുള്ള രീതി. അപ്പം ചോദിക്കാമല്ലോ, നീ എന്താടാ ഇത്രയും നാളായിട്ട്, കുഞ്ഞിനിപ്പം രാത്രി കരയേണ്ട പ്രായമൊന്നുമല്ല, നീ എന്താ അങ്ങനെ കിടക്കുന്നത്? അത് ശരിയല്ലല്ലോ, നീ അകത്ത് പോയി കിടക്ക് എന്ന് കമ്പൽസറി ആയിട്ട് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ചെറുക്കനും കൂടാണത്. അവൻ അച്ഛനെയും അമ്മയും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്തുകൊണ്ട് അച്ഛനും അമ്മയും പറയുന്നില്ല? അപ്പോൾ അച്ഛനും അമ്മയും അതിനൊരു സപ്പോർട്ടല്ലേ. ഈ അച്ഛനും അമ്മയ്ക്കും ഒരു മകളുണ്ട്. ആ മകൾക്കാണ് ഈ ഒരു സ്റ്റേജ് എന്നുണ്ടെങ്കിൽ ഇവർ വെറുതെ ഇരിക്കുമോ? ഒരിക്കലും ഇല്ല. ഇത് കുറേ കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ആ പെൺകുട്ടിയുടെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കണം. ആ ഒരു സ്റ്റേജ് വല്ലാത്തൊരു സ്റ്റേജാണ്. അതുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ബാക്കി പുറകെ പറയാം. ഓക്കെ.